അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ കഹ്ഫ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 67 ആയത്ത് വരെ ഓതി തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കി പഠിച്ചു. അൽഹംദുലില്ലാ 68ാമത്തെ ആയത്ത് മുതൽ നമുക്കൊന്ന് ഓതി പഠിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വകൈഫ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബ്റാ. തജ്വീദ് നിയമം നോക്കാം. വകൈഫ വാവിൻ്റെ ഉച്ചാരണം എങ്ങനെയാണ്? ചുണ്ടുവട്ടത്തിലാക്കിയിട്ട് വേണം വാവ് ഉച്ചരിക്കാൻ. ഓക്കെ. വകൈഫ തസ്ബിറു. തസ് സ്വാദിൻ്റെ മുകളിൽ സുക്കൂനുണ്ട്, ഹഫ് സുക്കൂനാണ്. തസ്. ഓക്കെ, ഹഫ് സുക്കൂന് കൊടുക്കുക. തസ്ബിറു അല. അല ഐൻ തൊണ്ടയുടെ അക്ഷരം അ. അല ലാമിൻ്റെ ഉള്ളിൽ ഒരു അലിഫ് മദ് ഉണ്ട്. മദ് അസ്ലി സാധാരണ മദ്, രണ്ടനക്കം നീട്ടി കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ അലമ ഇവിടെയും വന്നിട്ടുള്ളത് മദ് അസ്ലി തന്നെയാണ്, രണ്ടനക്കം നീട്ടി ഓതി കൊടുക്കുക. ഓക്കെ. അലമലം ലം മീമിനെ സുക്കൂന് കാണുമ്പം അവിടെ വ്യക്തമായിട്ട് ലം എന്ന് ഉച്ചരിച്ചു കൊടുക്കുക. ഓക്കെ, വ്യക്തമാക്കുക. തൊഹിത്ത്. തൊഹിത്ത് തൊഇന് സുക്കൂനുണ്ട്. തൊഇന് സുക്കൂന് വന്നാൽ കൽക്കലയുടെ ലെറ്ററാണ് തൊ. ഫുൾ സുക്കൂന് കൊടുക്കണം കേട്ടോ. തൊഹിത്ത്. ഓക്കെ. ബിഹി. ബിഹി ഹന് ശേഷം ഈ ഒരു ചിഹ്നം കണ്ടാൽ നമ്മൾ കുറേ ആയത്തുകളിലും ഒക്കെ നമ്മൾ പഠിച്ചു, കുറേ കഴിഞ്ഞു പോയിട്ടുള്ള സൂറത്തുകളിലൊക്കെ പഠിച്ചു. ഇങ്ങനെ കാണുകയാണെങ്കിൽ, ഈ ഒരു ചിഹ്നം കാണുകയാണെങ്കിൽ, ഹന് ശേഷം ഈ ഒരു ചിഹ്നം കാണുകയാണെങ്കിൽ രണ്ടനക്കം നീട്ടി ഓതണം എന്നുള്ളത് നമുക്കറിയാം അല്ലേ. ഇവിടെ ഒരു നിയമം വരുന്നുണ്ട്. ഈ നിയമത്തിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ മദ് സില സുഗ്റ. മദ് സില സുഗ്റ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് രണ്ടനക്കം നീട്ടിക്കൊടുക്കുക എന്നാണ് അർത്ഥം. ഓക്കെ. ഖുബ്റ. ഖിൻ്റെ ലെറ്ററാണ്. ഓക്കെ. ഖ തൊണ്ടയുടെ ലെറ്ററാണ്. ഓക്കെ. അപ്പം നമ്മൾ കറക്റ്റ് ആ ഒരു വൃത്തിയിൽ ഭംഗിയിൽ ഓതുക കേട്ടോ. ഖുബ്റ. ബന് സുക്കൂന് വന്നാൽ ബ കൽക്കലയുടെ ലെറ്ററാണ് അല്ലേ, അതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ സുക്കൂൻ അവിടെ കൊടുക്കണം. ഖുബ്റ. ഖുബ്റ എന്ന് ഓതരുത് കേട്ടോ. ഖുബ്റ രണ്ടനക്കം നീട്ടി വഖഫ് ചെയ്യാം കേട്ടോ. ഓക്കെ. 69ാമത്തെ ആയത്ത് ഓതി നോക്കാം. ഖാല സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറാ. ഇൻഷാ അല്ലാഹു സാബിറൻ വലാ അഅ്സി ലക അംറാ. ഓക്കെ, ഒന്ന് തജ്വീദ് നിയമം നോക്കാം. ഖാല ഖാഫിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട് അല്ലേ, രണ്ടനക്കം നീട്ടി ഓതി കൊടുക്കണേ. സാധാരണ മദ്ദാണ്, മദ് അസ്ലി. ഖാല. ഖാല സതജിദുനി. സതജിദുനി. ഇവിടെ വന്നിട്ടുള്ള നിയമം മദ് മുൻഫസിലാണ്. ഒരു പദത്തിൽ മദ് വന്നു, മറ്റൊരു പദത്തിൽ ഹംസ വന്നു. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടനക്കം മുതൽ 4 അനക്കം വരെ നീട്ടി ഓതി കൊടുക്കാം. ഓക്കെ. നൂൻ്റെ മുകളിൽ സുക്കൂന് പ്രത്യക്ഷത്തിൽ കാണാനില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അവിടെ നൂനെ വ്യക്തമാക്കാതെ അവ്യക്തമാക്കിക്കൊണ്ട് ഇഖ്ഫാവ് ചെയ്ത് ഓതണം. ഇഖ്ഫാവ് ചെയ്ത് ഓതണം കേട്ടോ. അപ്പം എങ്ങനെ ഓതും? ഇവിടെ വന്നിട്ടുള്ള നിയമം മദ് മുത്തസിലാണ് അല്ലേ. ഒരു പദത്തിൽ തന്നെ മദ്ദിന് ശേഷം ഹംസ വന്നു, ഒറ്റ പദത്തിൽ മദ് മുത്തസിലാണ്. 4 5 ഹറക്കത്ത് നീട്ടി ഓതൽ നിർബന്ധമാണ്. ഓക്കെ. ഷാ അല്ലാഹു സാബിറൻ. ഷാ അല്ലാഹു സാബിറൻ. സ്വാദ് ഉയർത്തി പറയുന്ന ഒരു ലെറ്റർ ആട്ടോ. സ്വാദ് സോ. സോ സാബിറൻ. തെൻവീന് ശേഷം വാവ് വരികയാണെങ്കിൽ മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം. മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതുന്നതിന് നമ്മളൊരു പേര് പഠിച്ചല്ലോ, എന്തായിരുന്നു? ഇദ്ഗാം ബിഉന്ന. മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതുക. സാബിറൻ. ഓക്കെ. വലാ അഅ്സി. ഇവിടെ വന്നിട്ടുള്ള നിയമം ഏതാണ്? മദ് മുൻഫസിലാണ് അല്ലേ. ഒരു പദത്തിൽ മദ്, മറ്റൊരു പദത്തിൽ ഹംസ. ഓക്കെ. വലാ അഅ്സി. ഓക്കെ. ആ ആ
ഐന് സുക്കൂന് വന്നാൽ ഹാഫ് സുക്കൂന് കൊടുക്കുക. കാരണം ഐന് അൽക്കലിയുടെ ലെറ്റർ അല്ല അല്ലേ. ആ സുയ്. സോ അതിൻ്റെ കൂടെ യാ മദ് വന്നിട്ടുണ്ട്. രണ്ടനക്കം നീട്ടി കൊടുക്കുക കേട്ടോ. ആ സുയ് ലക അംറോ. ലക ലക്ക നോതരുത്. ലക കാഫിനൊരു ചെരിവ് വേണം കേട്ടോ. ലക അംറോ. അംറോ. അംറ എന്ന് ഓതരുത്. അംറോ. റോ എന്നുള്ള ഉച്ചാരണമാണ് കൊടുക്കേണ്ടത് കേട്ടോ. രണ്ടനക്ക് നീട്ടി ഓതി വഖഫ് ചെയ്യാം. ഓക്കെ. 70-ാമത്തെ ആയത്ത് നോക്കാം. قال فإن اتبعتني فلا تسألني عن شيء حتى أحدث لك منه ذكرا. തജ്വീദ് നിയമം നോക്കാം. ഖാല ഇവിടെയും ഖാഫിന്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട് അല്ലേ. രണ്ടനക്കം നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. സാധാരണ മദ്ദാണ്. ഖാല ഫഇനി തബഅത. ഫഇനി ഇവിടെ നോക്കൂ, ഹംസത്തുൽ വസലിന് ശബ്ദമില്ലല്ലോ. ആയത്തിന് നടുക്ക് വരുമ്പോൾ ഹംസത്തുൽ വസലിന് ശബ്ദം ഉണ്ടാവില്ല എന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ കൂട്ടിച്ചേർത്ത് ഓതണം. കൂട്ടിച്ചേർത്ത് ഓതുമ്പോൾ ഈ നൂനിൽ നിന്നും നേരെ തയിലേക്ക് അങ്ങ് വരും. ഫഇനി ത. ഓക്കെ. ത ഇനി ശ്രദ്ധയുണ്ട് കേട്ടോ. ഒന്ന് കനപ്പിച്ചു കൊടുക്കണേ. ഫഇനി തബഅത. തബഅത. ഇവിടെ ഐന് ഹാഫ് സുക്കൂനെ കൊടുക്കുള്ളൂ കേട്ടോ. ഹാഫ് സുക്കൂന്. ഐന് എന്തല്ല, അൽക്കലിയുടെ ലെറ്റേഴ്സ് അല്ലാത്ത ലെറ്റേഴ്സിനൊക്കെ നമ്മൾ എന്താണ്, ഹാഫ് സുക്കൂനെ കൊടുക്കുള്ളൂ. ഓക്കെ. ഐനി ഫഇനി തബഅതനി. നീ നൂനിന് ശേഷം യാ മദ് വന്നിട്ടുണ്ട്. രണ്ടനക്കം നീട്ടി ഓതി കൊടുക്കണേ. ഫലാ തസ്അൽനി. ഫലാ ലാമിൻ്റെ ഉള്ളിൽ അലിഫ് മദ് ഉണ്ട് അല്ലേ. രണ്ടനക്കം നീട്ടി ഓതി കൊടുക്കണേ. ഫലാ തസ്. തസ് സീന് സുക്കൂനുണ്ട്. ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി. തസ്. തസ് അൽനി. ഹംസയാണ്. ഹംസ പല ലെറ്റേഴ്സിൻ്റെ മുകളിൽ വരുമെന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലേ. നമ്മൾ ഹംസേനെ മാത്രം നോക്കിയാൽ മതി. അടിയിലുള്ള ലെറ്റേഴ്സിനെ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. തസ് അൽനി. ഇവിടെയും യാ മദ് വന്നിട്ടുണ്ട് അല്ലേ. രണ്ടനക്കം നീട്ടി ഓതി കൊടുക്കണേ. തസ് അൽനി. ഇവിടെ നമ്മൾ നൂനെ ഇഖ്ഫാ ചെയ്യണം. മറച്ചു മണിച്ചോദണം. സുക്കൂന് കാണുന്നില്ലല്ലോ അല്ലേ നമുക്ക്. അപ്പോൾ നമ്മളവിടെ ഇഖ്ഫാ ചെയ്ത് ഓതണം കേട്ടോ. ഷൈഇൻ. ഷൈഇൻ. ഹംസേൻ്റെ അടിയിൽ കിസ്റ വന്നിട്ടുള്ളത് രണ്ടും ഒരുമിച്ചാണ്. അപ്പോൾ നമ്മളവിടെ വ്യക്തമാക്കി ഇൽഹാർ ചെയ്യുക, വ്യക്തമാക്കി ഓതുക. ഓക്കെ. ഷൈഇൻ എന്ന് വ്യക്തമാക്കി ഓതുക കേട്ടോ. ഹത്ത. ഹത്ത എന്ന് ഓതരുത്തിട്ടോ. ഹ ആണേ. ഹ. ഹ. ഹത്ത. താൻ്റെ മുകളിൽ ശ്രദ്ധയും ഉണ്ട് അല്ലേ. ഹത്ത ഒന്ന് കനപ്പിക്കുകയും കൂടെ വേണം കേട്ടോ. ഹത്ത ഉഹ്ദിസ. ഇവിടെ വന്നിട്ടുള്ള നിയമം മദ് മുൻഫസിലാണ്. ഒരു പദത്തിൽ മദ് വന്നു, മറ്റൊരു പദത്തിൽ ഹംസ വന്നു. നാലനക്കം വരെ നീട്ടി ഓതാം. ഹത്ത ഉഹ്ദിസ. ഉഹ് ഇനി ഹാഫ് സുക്കൂനാണ്. ഉഹ്. ഉഹ്ദിസ. സ എന്ന് ഉച്ചരിക്കുമ്പോൾ നമ്മൾ പഠിച്ചതാണ്. നമ്മുടെ പല്ലിൻ്റെ ഇടയിലൂടെ കാറ്റ്, പല്ലിൻ്റെയും നാവിൻ്റെ ഇടയിലൂടെ കാറ്റ് പുറത്തേക്ക് പോകുന്ന രൂപത്തിൽ വേണം സ സ ഉച്ചരിക്കാനായിട്ട്. ഓക്കെ. അപ്പോൾ ഉഹ്ദിസ. ലക. ലക. ലക്ക അല്ല, ലക. കാഫിന ചെരിവ് എപ്പോഴും ശ്രദ്ധിക്കണേ. ലക മിൻഹു ദിക്റോ. ലക മിൻഹു ദിക്റോ. ദിക് ഇവിടെ ഹാഫ് സുക്കൂനാണ് കേട്ടോ. ഹാഫ് സുക്കൂന് ശ്രദ്ധിക്കണം കേട്ടോ. ലക മിൻഹു ദിക്റോ. ഓക്കെ. ഇവിടെ രണ്ടനക്കം നീട്ടി ഓതി വഖഫ് ചെയ്യാം. ഓക്കെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.